ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കെ ഫാമിലിയെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ഇവർ ഓരോരുത്തരായിട്ട് ആദ്യം എയറിലോട്ട് പോയി, ഇപ്പൊ കുടുംബത്തോടെ എയറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വന്നത്, ഇവര് അമ്മയും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഓൺലൈൻ സാരിക്കട തുടങ്ങിയിരുന്നു. എനിക്ക് തോന്നുന്നു അതിനകത്ത് മെയിനായിട്ട് നോക്കി നടത്തുന്ന അഹാനയാണെന്ന് തോന്നുന്നു. സിയ ബൈ അഹദീഷിക എന്ന് പറയുന്ന പേരിൽ ഇൻസ്റ്റാഗ്രാമിലാണ് ഇവരുടെ പേജും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പൊ നിലവിൽ ഇവരുടെ സാരിക്ക് വില കൂടുതലാണ്, മറ്റ് സൈറ്റുകളിൽ, ഷോപ്പിംഗ് സൈറ്റുകളിൽ സാരിക്ക് വിലക്കുറവാണ് എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ രണ്ടുമൂന്ന് പറഞ്ഞ കണ്ടു. സംഭവം എന്താണെന്ന് നോക്കാം. ഈ ഒരു ആരോപണം ഇവർ ഈ ഒരു ബ്രാൻഡ് ജനങ്ങളോട് എത്തിച്ച സമയത്ത് തന്നെ വന്നിട്ടുള്ളതായിരുന്നു. ഇവരുടെ സാരിക്ക് വില കൂടുതലാണ്, സെയിം സാരി തന്നെ, സെയിം ക്വാളിറ്റി ഉള്ള സാരി മറ്റു സൈറ്റുകളിൽ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അന്ന് ആര്യബിഡയുടെ കാഞ്ചീപുരമായിട്ടായിരുന്നു കമ്പാരിസൺ. ആര്യബിഡയുടെ കാഞ്ചീപുരത്തിലാണ്ട് 9,500 കിട്ടുന്ന സാരി, ഈ സെയിം സാരി, സെയിം പാറ്റേൺ, സെയിം ഡിസൈൻ, എവറിത്തിങ് സെയിം. ഇവരുടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 14,990 രൂപ, വെറും 15,000 രൂപ, അതൊരു വെറും ഒരു 5,500 രൂപ ഡിഫറൻസ്. അത് ആയം തൊട്ട് ഇവർ ഈ ഒരു ചീത്തപ്പേര് കേൾക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇവർ ഓണം കളക്ഷൻ എന്നും പറഞ്ഞിട്ട് ഒരു സാരി ഇറക്കി. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ പൊങ്ങി വന്നിരിക്കുന്ന കാര്യം. ആ വീഡിയോ നോക്കാം. ഇതാണ് അഹാന ഇറക്കിയ ഓണം കളക്ഷന്റെ സാരി. അടിപൊളി വീഡിയോഗ്രാഫി ഒക്കെ പൊളിയാണ്, പ്രൊഫഷണൽ ടച്ചാണ്, മൊത്തം സൂപ്പറായിട്ട് ഫുൾ സെറ്റപ്പിൽ നല്ല പൈസ ചിലവാക്കിയിട്ടുള്ള വീഡിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെയാണ് കണ്ടല്ലോ. ഇതാണ് അഹാനയുടെ സാരി. ഇതേ സെയിം സാരി തന്നെ മറ്റൊരു സൈറ്റിൽ ഇതിനേക്കാളും 2,700 രൂപ കുറവിൽ കണ്ടു ആളുകൾ. അവിടെ നിന്നാണ് ഈ വിവാദം തുടങ്ങിയത്. നമ്മൾ അവിടെ കണ്ട സെയിം സാരി തന്നെ കണ്ട ഈ ഒരു ഓൺലൈൻ ഷോപ്പിൽ മറ്റൊരു വിലയ്ക്ക് സെയിം സാരി. രണ്ടിൻ്റെയും ഡിസ്ക്രിപ്ഷൻ അടക്കം സെയിം ആണ്. ചിലപ്പോൾ ക്യാമറ ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. മറ്റൊരു കുറച്ചും കൂടെ ഹൈ പ്രൊഫഷണൽ ക്യാമറയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവരെക്കാളും കുറച്ചും കൂടെ ലൈറ്റിങ് സെറ്റപ്പും മൊത്തത്തിലൊരു കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി അതിനകത്ത്. പക്ഷേ മെറ്റീരിയൽ ക്വാളിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. രണ്ട് ഡിഫറെൻറ്റ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണോ എന്ന്. ഡിസൈനും കാര്യങ്ങളും എല്ലാം ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളും സെയിം തന്നെ. ആ കൂടിയുള്ളൊരു വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിനകത്തുള്ള വ്യത്യാസമാണ്. ഇവർ തൻ്റെ 4,800 രൂപയ്ക്കാണ് ഈ ഒരു സാരി വിൽക്കുന്നതെങ്കിൽ നമ്മുടെ അഹാനയുടെ സൈറ്റിലോട്ട് വന്നപ്പോഴത്തേക്ക് 7,499 രൂപ, വെറും 2,699 രൂപയുടെ വ്യത്യാസം മാത്രം. പിന്നെ പേരൊക്കെ ഇട്ടിട്ടുണ്ട്, രുക്മിണി എന്നൊരു പേരൊക്കെ ഇട്ടിട്ട് ഒരു ചിലവേറിയ പരിപാടിയാണ്, കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള പേരാണ് ഇട്ടിരിക്കുന്നത്, രുക്മിണി എന്നുള്ള പേര്. മറ്റൊരു പേരൊന്നും ഇട്ടിട്ടില്ല. ഇതിപ്പം ഈ സാരി എടുത്തോണ്ട് പുറത്തോട്ട് പോകുമ്പോൾ രുക്മിണി പോകുന്നു എന്നൊക്കെ വിളിച്ച് പറയും. അങ്ങനെ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ട പേരിനൊക്കെ ചേർത്തുള്ള പൈസയാണ് ഈ ഒരു 2,700 രൂപ എന്ന് പറയുന്നത്. ആലോചിക്കണം. പിന്നെ ഹൈ ക്വാളിറ്റി ക്യാമറയുടെ പൈസ, ഒരു അത്തപ്പൂ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. ഈ സൈഡ് ഒരു അത്തപ്പൂവിന് പൂവിന് പൈസയാവും, മേക്കപ്പിന് പൈസയാവും, ക്യാമറാമാൻ, അന്നേരം എല്ലാം കൂടെ. മറ്റൊരു സെറ്റപ്പ് അത്തപ്പൂ ഒന്നും ഇട്ടിട്ടില്ല. അത്തപ്പൂവിൻ്റെ വില അവർ മറ്റിനകത്ത് ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് ആ വില കുറവ്. നിങ്ങളെ കാര്യം മനസ്സിലാക്കണം. അന്നേരം ഈ അത്തപ്പൂ, ബാക്കിലുള്ള ഡിസൈന്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ആകുമ്പോൾ ഇത്രയും വിലയാവും. അതിന് അവർ കുറ്റം പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതായത് നിങ്ങൾ കാണുന്ന ആളുകൾ മനസ്സിലാക്കണം, ഇത്രയും പരിപാടികൾ എൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സെയിം സാധനമാണെങ്കിലും പ്രസന്റേഷനിലുള്ള ഡിഫറൻസ് വേറെയാണ്. പിന്നെ കെ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ. അമ്മൂമ്മയെ തെറി വിളിക്കുന്നു, അമ്മൂമ്മയെ തല്ലാൻ വേണ്ടി പോകുന്ന ബ്രാൻഡ് വാല്യൂ, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ബ്രാൻഡ് വാല്യൂ, കുഴികുത്തി കഞ്ഞി കൊടുക്കുന്ന ബ്രാൻഡ് വാല്യൂ ഉള്ള ഫാമിലിയാണ്. അന്നേരം അതിൻ്റെതായിട്ടുള്ള മൂല്യം ഉണ്ടടേ. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ ഉസ്താദ് ഹോട്ടൽ സിനിമയ്ക്കകത്ത് കൂട്ട് ഇവിടുത്തെ ബിരിയാണി അപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് വില മാറുന്ന അത് തന്നെ, മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇതാണ് പ്രശ്നം. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, വില കൂടാൻ മറ്റൊരു കാര്യം. അതുകൊണ്ട് ഇവർ താണ്ട് 4,800 രൂപ സാരിക്കാർ താണ്ട് ഇത്രയും ഡിസ്ക്രിപ്ഷനെ കൊടുത്തിട്ടുള്ളൂ. ക്രീമി ഓർഗാൻസ സാരി വിത്ത് ഫ്ലോറൽ എംബ്രോയിഡറി റണ്ണിങ് ത്രൂ ആയിട്ട് വെബ്സൈറ്റ്, റണ്ണിങ് ത്രൂ ആയിട്ട് പരിപാടി തീർന്ന്. അഹാനയുടെ സൈറ്റിലൂടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ നോക്കുതാണ്ട് ഒരു എസ്സൊക്കെയുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. കണ്ടാ നിങ്ങൾ? ക്രീമി ഓർഗാൻസ സാരി വിത്ത് ഫ്ലോറൽ എംബ്രോയിഡറി റണ്ണിങ് ത്രൂ ആയിട്ട്. ആദ്യത്തെ വരി സെയിം ആണ്, പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ ഇത് പല്ലു ഫീച്ചേഴ്സ് ആസ് എ ഫ്ലോറൽ എംബ്രോയിഡറി ജാള് വിത്ത് പ്ലീറ്റ് ക്യാരി ഫ്ലവർ ബൂട്ടാസ് creating lovely sense of separation between the two. The cursive border along the pallu add touch of a gold making a dainty saree distinct. ഓണം എന്നൊക്കെ എഴുതിയിട്ട് റണ്ണിങ് ബ്ലൗസ് ഇത് ക്രീമി ഓർഗാൻസ വിത്ത് ഗോൾഡ് സ്ട്രിപ്പ് റണ്ണിങ് അക്രോസ് വിത്ത്. കണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഡിസ്ക്രിപ്ഷനും അവർ ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അന്നേരം ഇതൊക്കെ വെറുതെ അങ്ങനെ എഴുതുന്നതാണോ? ChatGPT കൊണ്ടൊക്കെ എഴുതിപ്പിക്കുകയാണെങ്കിൽ പോലും പൈസ ചിലവുള്ള പരിപാടിയാണ്. ChatGPT കൊണ്ട് 2 ലൈൻ അഡീഷണൽ എഴുതിപ്പിക്കുന്ന എന്തോരം ചിലവാണ്, നിങ്ങൾ ആലോചിക്കണം. അപ്പം ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അന്നേരം അത്ര ക്രിയേറ്റീവായിട്ട് എഴുതി വെച്ചേക്കും. അത്ര ക്രിയേറ്റീവായിട്ടുള്ള ഫോട്ടോഷൂട്ട്, ക്രിയേറ്റീവായിട്ടുള്ള അത്തപ്പൂക്കളം, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അത്രയും വില വരുവടെ.
അത് ആളുകൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മുടെ കാഞ്ചീപുരത്തിന്റെ കാര്യമാണെങ്കിൽ ആര്യ ഇവിടെ ഏതാണ്ട് ഇതാണ് നമ്മുടെ സാരി 4 പറഞ്ഞ് ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നത്. പക്ഷെ ആരെ നിൽക്കുന്നുണ്ട ഈ സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കും. അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്തൊരു കറക്റ്റ് പ്രൊഫഷണൽ രീതിയിൽ ഒരുങ്ങി ഒക്കെ വന്നിരിക്കുന്നതിന് ചെലവ് കൂടുതലാണ്. കറണ്ട് ചാർജും എല്ലാ വെള്ളക്കൂലി വണ്ടിക്കൂലി ഒക്കെ കൂടുതലാ. അതിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും, ഒരു 10,000-10,000 രൂപയുടെയൊക്കെ വ്യത്യാസം ഉണ്ടാവും. അന്നേരം അത് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കാം. ഇവരുടെ സൈറ്റ് എടുത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ മിക്ക സാരീസും സോൾഡ് ഔട്ട് ആണ്. മിക്ക സാരീസ് അതെന്താണ്? അവരോടുള്ള സ്നേഹം, ആളുകൾക്കുള്ള സ്നേഹം. അവർ സാരി ഇടുമ്പോൾ അത് ആളുകൾ അത്രയും പൈസ കൊടുത്ത് മേടിക്കാനുണ്ട്. സ്നേഹമാണത്, മനസ്സിലായോ? ആ സ്നേഹം കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെയും കൂടെ ഒരു സെപ്പറേറ്റ് വില അവർ അതിനകത്ത് ഈടാക്കുന്നുണ്ട്. സ്നേഹം കൊടുക്കുന്നതിൻ്റെ ഒരു വില ഈടാക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എനിക്ക് ഈ സാരി മേടിക്കുന്ന ആളുകളുടെ അടുത്തും ഈ വീഡിയോ കാണുന്ന ആളുകളുടെ അടുത്തും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്ന ഒരു സാരി പരിപാടിയല്ല. ഇത് അവരുടെ ഹാർഡ് കോർ ഫാൻസ് ഉണ്ട്. അവർ എന്ത് തെറ്റ് ചെയ്താലും കൈയടിക്കുന്ന, എന്ത് കൊള്ളരുതായ്മ ചെയ്താലും കൈയടിക്കുന്ന, സൂപ്പർ ഹിന്ദുമ്മ സൂപ്പർ എന്ന് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്ന കണ്ണുപൊട്ടന്മാരായിട്ടുള്ള അന്തം ഫാൻസിന് വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്ന ബ്രാൻഡാണ്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്ന ബ്രാൻഡേ അല്ല. ഇത് ബ്രാൻഡ് എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. കാര്യം ഇവർ ഫാക്ടറിയിൽ പോയിട്ട് ഉണ്ടാക്കിച്ച് കൊണ്ടുവരുന്നൊന്നുമല്ല. ഇവർ തുണിക്കടയിൽ പോയിട്ട് അത് കൊള്ളാം, അതെടുത്തോ, അത് ആരെങ്കിലും ഇവർ പോയി എടുക്കുമെന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. ആരെങ്കിലും കൊണ്ട് എടുപ്പിച്ച് എനിക്ക് അത്രയുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം ഈ അന്തം ഫാൻസിന് വേണ്ടിയിട്ട് ഇറക്കിക്കുന്ന ബ്രാൻഡ് ആയതുകൊണ്ട് അവരിനി 10,000 അല്ല 50,000 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ അത് മേടിക്കാൻ ആളുണ്ട്. കെ ഫാമിലി എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡ് വാല്യൂ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ സാധനങ്ങളൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നത്. പിടികിട്ടിയോ? അവര് ഈ ഒരു കട തുടങ്ങുന്നതിന്റെ ലക്ഷ്യവും ഏതാണ്ട് അത് തന്നെയാണ്. ഇവരുടെ എബോട്ടസ്, ഈ സൈറ്റിനകത്ത് എബോട്ടസ് ഞങ്ങളെക്കുറിച്ചെന്നും പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞേക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. അവർക്ക് വർഷങ്ങളായിട്ട് ലഭിച്ച സ്നേഹം അത് തിരിച്ചു തരാനുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ഒരു സംരംഭം തുടങ്ങിയത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഈ സ്നേഹിക്കുന്നവരെ മാക്സിമം ഊറ്റിപ്പിഴിയ, മനസ്സിലായോ? അങ്ങനെ ഇവര് സ്നേഹം കൊടുക്കുന്ന ഊറ്റിപ്പിഴിഞ്ഞാൻ തോന്നുന്നു. വാരിച്ച് 5,000 രൂപ 15,000 രൂപയ്ക്കിട്ട് ഊറ്റിപ്പിഴിഞ്ഞാൽ സ്നേഹം. അങ്ങനെയാണ് ഇവരുടെ സ്നേഹം എന്ന് പറയുന്നത്. ഇനി അടുത്ത് കഴിഞ്ഞിട്ട് എഴുതിയേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തങ്ങൾക്കായി തിരഞ്ഞെടുത്ത അതേ കരുതലും നിലവാരവും ഓരോ സാരിയിലും ഉറപ്പാക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന അതേ സാരി നിങ്ങൾക്ക് വേണ്ടി അവരെടുത്തു തരികയാണ്. ഇതൊക്കെ ഒരു തൊഴിലാണോ? എടുത്തു കൊടുക്കുന്നതും തൊഴിലാണ്. യാത്രകളിൽ തങ്ങൾക്കായി മനോഹരമായ സാരികൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ചിലത് നിങ്ങളിലേക്കും എത്തിക്കാമല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് സിയാബൈ അഹാദിഷികായ്ക്ക് ജന്മം നൽകിയത്. ഇതും അവർ ഇംഗ്ലീഷിലായിട്ട് ഞാൻ മലയാളത്തിൽ വായിച്ചതേ ഉള്ളൂ. അപ്പോൾ യാത്രകളിൽ അവരെടുക്കുന്ന സാരി, ഇപ്പം ഇത് കേൾക്കാൻ നിങ്ങൾ എന്ത് വിചാരിക്കും? ഇവർ യാത്ര പോകുമ്പോൾ അവർക്ക് സാരി എടുക്കും. എന്നെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു 50 സാരി എടുത്തേക്കാം എന്നും പറഞ്ഞ് അവർ 50 എണ്ണം കൊട്ടി പറഞ്ഞ് കൊണ്ടുവരുന്നതാണോ നിങ്ങൾ വിചാരിച്ചേക്കുന്നത്? ചുമ്മാ തള്ളു, ഒരു കാര്യമില്ല. ഇത് എഴുതി വെച്ചേക്കുന്ന കേൾക്കാനും വായിക്കാനൊക്കെ ഒരു രസമുണ്ട്. അവർക്ക് വേണ്ടി എടുക്കുന്ന സാരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എടുക്കുന്നു എന്ന് വായിക്കാനും ഒക്കെ ഭയങ്കര രസമാണ്. പക്ഷെ ഇതൊക്കെ അവർ കൈകൊണ്ടെങ്കിലും ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇതൊരു കച്ചവടത്തിനപ്പുറം വേറൊരു മാങ്ങാത്തൊലിയും ഇല്ല. ഈ ഷുഗർ കോട്ട് ചെയ്ത സംസാരത്തിനകത്തൊക്കെ ഒന്നും ഒരു തേങ്ങാകൊലയും ഇല്ല, ഒരു ജെനുവിനിറ്റിയും ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ മണ്ടന്മാരായിട്ടുള്ള ഇവർ അന്തം ഫംഗ്ഷനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള ഡയലോഗൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ, ഇവരുടെ സാരിയൊക്കെ കാണുമ്പോൾ, അയ്യോ ഹാൻപിക്ക് ചെയ്ത സാരി എന്നൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ അന്തങ്ങൾ പോയി വീഴുകയും ചെയ്യും, ഇതിനകത്ത് പൈസ കൊടുത്ത് മേടിക്കുകയും ചെയ്യും. ഈ അന്തങ്ങളുടെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി അന്തമല്ലാത്ത ബോധമുള്ള ജനങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ അവരോട് കാണിക്കുന്ന സ്നേഹം നിങ്ങളോട് അവർക്കില്ല. എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഓഡിയൻസിനോട് അവർക്ക് ഉണ്ടോന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, സീരിയസ്ലി തോന്നിയിട്ടില്ല. അവരിവിടെ ചെയ്യുന്ന പരിപാടി എന്നാ, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹം, ട്രസ്റ്റിനെയൊക്കെ അവർ പണമായിട്ട് മാറ്റുകയാണ്. അല്ല, ഒന്നാന്തരം ബിസിനസ്. ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നല്ല കാര്യം. പിന്നെ സാരി മേടിക്കണ്ട എന്നൊന്നും ഞാൻ പറയത്തില്ല. ഇഷ്ടമുള്ളവർ മേടിക്കാം, മേടിക്കാതിരിക്കും, അതൊക്കെ നിങ്ങളുടെ താല്പര്യം. കൂടുതലൊന്നും എനിക്കതിനെ പറ്റി പറയാനില്ല.